ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 77ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്തിനാ നാണം? ഞാൻ ഫസ്റ്റ് നൈറ്റൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. എന്താ എൻ്റെ കുട്ടി കണ്ടിട്ടുള്ളേ? സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പാലുമായിട്ട് മുറിയിലേക്ക് വരുന്നു, രണ്ടുപേരും പാല് കുടിക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, കിടന്നുറങ്ങണു. ബെസ്റ്റ്. എൻ്റെ കുട്ടി മഴ നനഞ്ഞതല്ലേ, പോയി ഡ്രസ്സ് മാറ്, അല്ലെങ്കിൽ അന്നത്തെ പോലെ പനി വരും. ഞാൻ ആ കാര്യം മറന്നു. ദാത്തൻ അത് പറഞ്ഞതും പറഞ്ഞ് എണീറ്റ് റൂമിലേക്ക് നടന്നു. ദത്താ, ഞാൻ സിനിമയിൽ അതുമാത്രമല്ല കേട്ടോ കണ്ടിട്ടില്ലേ, വേറെ ചിലത് എനിക്കറിയാം. അവൾ ചിരിയോടെ പറഞ്ഞകത്തേക്ക് ഓടി. ആ ചിരി ദത്തൻ്റെ ചുണ്ടിലേക്കും പരന്നു. വർണ്ണം നനഞ്ഞ ഡ്രസ്സ് മാറ്റി കുളിച്ച് റെഡിയായി വരുമ്പോൾ ദത്ത റൂമിലുണ്ടായിരുന്നു. നനഞ്ഞ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്, ഷർട്ട് ഇടാതെ ഒരു മുണ്ട് മാത്രമാണ് വേഷം. അവൻ എന്തോ ആലോചിച്ച് ബാൽക്കണിയിൽ നിൽക്കുകയാണ്. വർണ്ണ പതിയെ ചെന്ന് അവനെ പെട്ടെന്ന് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ഈ മഴയത്ത് ഷർട്ട് ഇടാതെ നിന്നാൽ നിനക്ക് തണുക്കില്ലേ ദത്ത? അവൻ്റെ നഗ്നമായ പുറത്ത് മുഖം ഉരസിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇല്ലല്ലോ, എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഇനി മഴയല്ല കൊടുങ്കാറ്റ് വന്നാലും ദത്തന് തണുക്കില്ല. അവൻ വർണ്ണയെ തൻ്റെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ഇറുക്കെ പുണർന്നു. നീ രാവിലെ ചപ്പാത്തിയല്ലേ ദത്ത കഴിച്ചത്, അല്ലാതെ പുട്ടൊന്നല്ലോ. എന്തിനാ ജാതി തള്ളുതള്ളണേ? വർണ്ണ ചോദിച്ചത് കേട്ട് ദത്തൻ ചിരിച്ചുകൊണ്ട് അവളെ ഇറുക്കെ പുണർന്നു. ദത്ത, പറഞ്ഞ് ഇന്നലെ രാത്രി എന്നെ നിനക്ക് മിസ് ചെയ്തോ? എന്നെ കാണാതെ സങ്കടം വന്നോ? ഇല്ലല്ലോ, എന്തിനാ മിസ് ചെയ്യുന്നേ? രാവിലെ ഉറങ്ങാൻ നേരമാണ് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തത് പോലും. ഓ, ഇപ്പം അങ്ങനെ അയക്കയായല്ലേ? അല്ലെങ്കിലും മുറ്റത്ത് ചെപ്പിന് മണല്ലല്ലോ. എനിക്കും അറിയാം, എൻ്റെ ഗതി അവസാനം സുമിത്ര ചേച്ചിയുടെ പോലെ ആവുന്നു. മുറ്റത്തെ ചെപ്പിനല്ലടി പൊട്ടി, മുറ്റത്തെ മുല്ലയ്ക്കാ മണല്ലാത്ത. ദത്തൻ അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഇപ്പം നിനക്ക് ഞാൻ പറഞ്ഞല്ലോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണോ താല്പര്യം? നീ എന്തൊക്കെയാ പറയണേ? ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണോ? നീ ശരിക്കും കോളേജ് വരെ എങ്ങനെയാ പാസ്സായേ? അത് ചോദിക്കാനുണ്ട്. എൻ്റെ ഈ ബുദ്ധിശക്തി ഉപയോഗിച്ച് തന്നെ. എൻ്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റാ. അതെനിക്കറിയാലോ. അവർ രണ്ടുപേരും കുറച്ചു നേരം പുറത്തെ മഴയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. നോക്കു കുഞ്ഞെ, മഴവില്ല്, ദത്തൻ അകലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അന്തരീക്ഷത്തിലെ ജലകണികകളിൽ പഠിക്കുന്ന പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നത് മൂലം കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് മഴവില്ല്. ചാപ്യമായി പ്രത്യക്ഷപ്പെടുന്ന മഴവില്ലിൽ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ വേർപിരിഞ്ഞ് ബഹുവർണ്ണങ്ങളായി കാണാൻ കഴിയും. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ് എന്നിവയാണ് ന്യൂട്ടൻ്റെ സപ്തവർണ്ണങ്ങൾ. വർണ്ണ ഒറ്റശാസ്തി പറഞ്ഞു നിർത്തി. ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം? ഞാൻ മഴവില്ല് കണ്ടപ്പം നിനക്ക് കാണിച്ചു തന്നല്ലേ ഉള്ളൂ. നിനക്ക് നിൻ്റെ പെങ്ങന്മാർക്ക് ഒരു വിചാരമുണ്ട്, ഈ വർണ്ണയ്ക്ക് ബുദ്ധിയും വിവരം ഇല്ലയെന്ന്. ഇങ്ങനെ ഒന്ന് ചീത്ത പേരില്ലാതാക്കാനാ പറഞ്ഞേ. വർണ്ണ ഗൗരവത്തിൽ പറഞ്ഞു. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ, എൻ്റെ കുട്ടി മിടുക്കിയല്ലേ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പഠിച്ച് ഇത്രയും കാലം ഓർമ്മ വെച്ച് നിൽക്കുമോ? ദത്തൻ അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലും വെച്ചു. പിന്നെ ഇത് പഠിക്കാത്തതിന് 2 അടി 70 വട്ടം ഇമ്പോസിഷനും കിട്ടിയിട്ട് അത് മറക്കാൻ എനിക്ക് അമ്നേഷ്യമൊന്നുമില്ല. കളഞ്ഞു. ഇത്ര നേരം ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഒറ്റയടിക്ക് കളഞ്ഞില്ലേ? അമ്നേഷ്യയുടെ കുഞ്ഞ്, അൽഷിമീസ്. എനിക്കതറിയാം കേട്ടാ, നിനക്കറിയാമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. വർണ്ണ എന്നാ സുമ്മാവാ. വർണ്ണ പുച്ഛത്തോടെ പറഞ്ഞ് പുറത്തേക്ക് നോക്കി നിന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വർണ്ണയെ കണ്ടവൻ വലിയ ആലോചനയിലാണെന്നും ദത്തന് മനസ്സിലായി. എന്താ എൻ്റെ കുഞ്ഞിന് ഇത്രയും വലിയ ആലോചന? ദത്തനോടും കൂടെ പറയുന്നേ. അവൻ വർണ്ണയുടെ പിൻകയറ്റിൽ ഇക്കിളിയാക്കി കൊണ്ടു പറഞ്ഞു.
ഒന്നുമില്ലേ തത്ത? പിന്നെന്താ എൻ്റെ കുട്ടി ഒന്നും മിണ്ടാതെ നിൽക്കണേ? ഞാൻ മഴ നോക്കി നിൽക്കുമായിരുന്നു. അത് വെറുതെ. ഞാൻ പറയട്ടെ എന്താ എൻ്റെ കുട്ടി ആലോചിക്കണേന്ന്? താത്തൻ ചോദിച്ചു. പറഞ്ഞവനെ നോക്കി ചോദിച്ചു, എന്തിനാ എൻ്റെ കുട്ടിയോട് തറവാട്ടിൽ നിന്നും പുറത്തു പോകാൻ പറഞ്ഞത്? എന്തിനാ എൻ്റെ കുഞ്ഞിനോട് ഇത്രയും ദിവസം മിണ്ടാതെ നടന്നതെന്നൊക്കെയല്ലേ? ദത്ത, നിനക്കതെങ്ങനെ മനസ്സിലായേ? ദത്തിന് നേരെ തിരിഞ്ഞ് കണ്ണുകളെല്ലാം വിടർത്തി ചോദിക്കുന്ന അവളെ അവൻ ചിരിയോടെ നോക്കി. അതിനുള്ള ഉത്തരം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കുഞ്ഞു ഹൃദയം ഈ ദത്തൻ്റെ കയ്യിലല്ലേ. അപ്പം ഈ കുഞ്ഞു മനസ്സിലെ സങ്കടവും സന്തോഷവും സംശയങ്ങളും മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് നിന്നെ തിരിച്ചങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് നിന്നോട് സ്നേഹമില്ലേ ദത്ത? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെന്നോടാണോ ചോദിക്കണേ? നീയല്ലേ പറയണ്ടേ? ദത്തൻ ചിരി മറച്ചു വെച്ച് ഗൗരവത്തിൽ ചോദിച്ചു. വർണ്ണയുടെ മുഖം മങ്ങി. ആരെ പറഞ്ഞ എൻ്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന്? ദത്തന് മറ്റാരേക്കാളും മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ കുട്ടിക്ക് തന്നെയാണ്. അവൾ കരയെന്ന് മനസ്സിലായതെന്ന് ദത്തൻ പറഞ്ഞു. അഭിജിത്ത് അവൻ്റെ കണ്ണിൽ നിന്ന് മാറ്റാനാണ് അന്ന് നിന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ്. അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ പിന്നിൽ വേറെ ഒരാളും കൂടി ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എൻ്റെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ നിന്നെ അവരെന്തെങ്കിലും ചെയ്യും. നിന്നെ മുന്നിൽ നിർത്തി കളിച്ചാൽ മാത്രമേ ഞാൻ അവരുടെ മുന്നിൽ മുട്ടുമുടക്കൂ എന്ന് അവർക്കും അറിയാം. നിന്നെ ആ വീട്ടിൽ നിന്നും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഒരവസരത്തിന് ഞങ്ങളും കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ അതിന് ബലിയാടായത് പാർവതിയാണ്. അവളെ വീണ്ടും എല്ലാവരും കൂടെ ചതിച്ചു. അല്ല, അവരുടെ ചിന്തയിൽ പാർവതി വീണു എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നാൽ അതിന് പാർവതി വലിയ വില കൊടുക്കേണ്ടി വന്നു. തറവാട്ടിൽ ഇപ്പോൾ ആരും അവളോടൊന്നും മിണ്ടുന്നില്ല, നമ്മുടെ അമ്മ പോലും. ആ തറവാട്ടിൽ ആകെ ഒറ്റപ്പെട്ടു പോയി അവള്. പക്ഷെ മറ്റൊരാളുടെ കുറ്റം നീ ഏറ്റെടുത്തതും എന്നോട് കള്ളം പറഞ്ഞത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വട്ടം വിശ്വാസവഞ്ചനയുടെ പേരിൽ എല്ലാവരെയും ഉപേക്ഷിച്ച് പോയതാണ് ഞാൻ. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും ഈ നാട്ടിലേക്കും തിരിച്ചു വന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. നിനക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു പോയ പഴയ ചില കാര്യങ്ങൾ തിരിച്ചു നേടണം എന്നൊരു വാശിയും. നീ എന്നോട് കള്ളം പറയരുത് പറഞ്ഞ. ഒരു പക്ഷേ ഇനിയും നീ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത്. എനിക്കറിയാം ഞാൻ സെൽഫിഷാണ്, പോസസീവാണ്. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തേ മതിയാവൂ. നിനക്കും അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷേ എന്നോട് കള്ളം മാത്രം പറയരുത്. അതെത്ര വലിയ പ്രശ്നമായാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഒന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ദത്തൻ പറയുന്നത് കേട്ട് വർണ്ണ ഒന്നും മിണ്ടാതെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ദത്തന് മനസ്സിലായിരുന്നു. ദത്തൻ അവളെ തന്നിലേക്ക് നേരെ തിരിച്ചു നിർത്തിയതും വർണ്ണ അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് തലവെച്ചു. സോറി ദത്ത. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ദത്തൻ ഒരാശ്വാസത്തിനായി അവളുടെ പുറത്ത് തട്ടി. കുഞ്ഞ്. കുറച്ച് കഴിഞ്ഞാൽ ദത്തൻ അവളെ തന്നെ നടത്തി മാറ്റി. ഇപ്പം എൻ്റെ കൊച്ചിൻ്റെ സങ്കടവും സംശയമൊക്കെ മാറിയില്ലേ? എന്നാൽ നമുക്കൊന്ന് ഉറങ്ങിയാലോ? ഇന്നലെ രാത്രി ഒരുപാട് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു, കാരണം ഉറങ്ങാൻ പറ്റിയില്ല. എന്നാൽ നീ ഉറങ്ങിക്കോ ദത്ത. ഞാൻ പോയി ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് ഈ തണുപ്പത്ത് കെട്ടിപ്പിടിച്ചുറങ്ങാം. എനിക്ക് ഉറക്കം വരുന്നില്ല, എന്നാലും ഞാൻ കൂടെ കിടക്കാം. കാരണം അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. വർണ്ണ ബെഡിൽ വന്ന് കിടന്നു. ദത്തൻ ഗ്ലാസ് ഡോർ ക്ലോസ് ചെയ്ത് അവളുടെ അരികിലായി വന്ന് കിടന്നു. ഞാൻ ഉറക്കിത്തരാൻ ദത്ത. വർണ്ണ ഇരു കണ്ണുകളും വിടർത്തി അവനെ വിളിച്ചു. ദത്തൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വർണ്ണ ഇരു കൈകൾ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. പതിയെ അവൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു. ക്ഷീണം കൊണ്ട് ദത്തനും വേഗം ഉറങ്ങിപ്പോയി. എപ്പോഴോ പതിയെ വർണ്ണയെ ഉറങ്ങിപ്പോയി. അപ്പോഴും അവളുടെ കൈകൾ ദത്തനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. വർണ്ണ കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ ദത്തൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നത്.
അവൻ 2 കൈ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വാർണ കണ്ണ് ചിമ്മി തുറന്ന് ദത്തനെ തല ഉയർത്തി നോക്കിയതും അവൻ കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കി കിടക്കുകയാണ്. കാര്യമായ എന്തോ ആലോചനയിലായതിനാൽ അവൾ ഉണർന്നത് അവനും അറിഞ്ഞില്ല. വാർണ ഒന്ന് ഉയർന്ന് അവൻ്റെ കഴുത്തിലായി കടിച്ചതും ദത്തൻ പെട്ടെന്ന് ഞെട്ടി അവളെ നോക്കി. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ ഗൗരവം മാഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു. എണീറ്റോടി കള്ളിപ്പെണ്ണെ. ദത്തൻ തൻ്റെ താടി കൊണ്ട് അവളുടെ മുഖത്ത് ഇക്കിളിയാക്കിയതും വർണ്ണ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നീ കുറേ നേരം എണീറ്റിട്ട്? ഏയ്, 1/2 മണിക്കൂറായി കാണും. ആണോ? എന്നിട്ടാണോ എന്നെ ഉണർത്താത്തെ? എൻ്റെ കുട്ടി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് സമയം 3 മണിയായി. വല്ലതും കഴിക്കണ്ടേ? ദത്തനെ അവളെയും വിളിച്ച് താഴേക്ക് നടന്നു. അവൻ സ്റ്റെയർ ഇറങ്ങി വന്നത് ആരോ കോണിയും ബെല്ലടിച്ചു. ഞാൻ ഇപ്പോൾ വരാം. ദത്തൻ വാതിൽ തുറന്ന് പുറത്തു പോയി ഒരു കവറും കുറച്ച് കഴിഞ്ഞതും തിരികെ വന്നു. ഡെലിവറി ബോയ് ആണ്, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചേ? ഞാൻ ഉണ്ടാക്കുമായിരുന്നു, വെറുതെ വയറ് ചീത്തയാക്കാൻ. അതിനെന്തെൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കാൻ അറിയാം? ദത്തൻ ചോദിച്ചാൽ പറഞ്ഞൊരു ചമ്മി ചിരി ചോദിച്ചു. സിനിമയിലൊക്കെ അങ്ങനെയല്ലേ, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ ഈ ഡയലോഗല്ലേ പറയുക. അതാ ഞാൻ ഒരോളത്തിന് പറഞ്ഞത്. അത് പറഞ്ഞ ഫുഡ് വാങ്ങി ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു. ഞാൻ വാരിത്തരാം. 2 പ്ലേറ്റ് വിളമ്പാൻ നിന്ന് പറഞ്ഞ് ദത്തൻ തടഞ്ഞു. വേണ്ട, നീ എൻ്റെ വയറ് പൊട്ടുന്നവരെ കഴിപ്പിക്കും. എനിക്ക് അന്നത്തെ കാര്യം ഓർമ്മയുണ്ട്. എൻ്റെ കുഞ്ഞ് വേഗം വലുതാവാനല്ലേ കുറേ കഴിപ്പിക്കണേ. ദത്തൻ പ്ലേറ്റിലെ ബിരിയാണി അവൾക്ക് വാരി കൊടുക്കാൻ തോന്നി. നിനക്ക് ഓർമ്മയുണ്ട് ദത്ത, നീ അന്ന് ആദ്യമായിട്ട് ബിരിയാണി വാങ്ങി തന്നത്? അന്ന് നീ ഇഷ്ടമില്ലാതെയല്ലേ വാങ്ങി തന്നെ. പക്ഷേ ഇന്ന് നീ തന്നെ എനിക്ക് സ്നേഹത്തോടെ വാരി തരുന്നു. എന്തായാലും മനുഷ്യൻ്റെ ഓരോ മാറ്റങ്ങൾ. സുമിത്ര ചേച്ചി പറയുന്നത് എത്ര ശരിയാ. ആരായി സുമിത്ര? കുറേ നേരമായല്ലോ നീ പറയണു. ദത്ത സംശയത്തോട് ചോദിച്ചു. നിനക്കറിയില്ലേ ദത്ത, നമ്മുടെ ശ്രീനിലയത്തിലെ സുമിത്ര, സിദ്ധു എൻ്റെ ഭാര്യയില്ലേ ആദ്യത്തെ? അത് അനിരുദ്ധിൻ്റെ, പ്രതീഷിൻ്റെ, ശീതളിൻ്റെ അമ്മ. ഇല്ല, ആരാ? നിൻ്റെ ബന്ധുക്കളാണോ? ഇവർ കേരളത്തിൽ 1000കണക്കിന് അമ്മമാരുടെ ജനിക്കാതെ പോയ മക്കളാണ്. കൂടുമ്പോൾ ഇവൾക്ക് സീരിയല്ല സുമിത്ര ചേച്ചി. പറഞ്ഞത് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ദത്തൻ്റെ നെറുകിൽ കയറി ചുമക്കാൻ തുടങ്ങി. ഈ ദത്തൻ്റെ ഒരു കാര്യം ഒരു ശ്രദ്ധയില്ല. പറഞ്ഞത് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അവന് കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ 2 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. മഴയില്ലാത്തത് കൊണ്ട് അവർ പറമ്പിലേക്ക് നടക്കാനായി ഇറങ്ങി. ദത്ത, അവിടെ അങ്ങനെ തന്നെ നിൽക്കണേ. അത് ദത്ത നിൽക്കുന്നതിനുള്ള മുകളിൽ മരച്ചില്ല ചാടി വലിച്ചു. ആ കൊമ്പിൽ തങ്ങിയുന്ന വെള്ളം എല്ലാം ദത്തൻ്റെ മേൽ വീണു. ദത്തൻ ആൾക്ക് പിന്നാലെ ഓടി. നേരെ ചെന്ന് കുളത്തിൻ്റെ അടുത്താണ്. ഇതെന്താ ദത്ത പൂട്ടിയിരിക്കണേ? വാതിലെ ലോക്കിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ കുറേക്കാരും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികൾ കുളത്തിൽ ഇറങ്ങി അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ പൂട്ടിയിട്ടിരിക്കനെയാ. ഇതിൻ്റെ കീ എവിടെയാ? ഷീലു പറഞ്ഞിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കുറേ ആമ്പലുണ്ടെന്ന്. കീ അകത്തുണ്ട്. നാളെ മഴയില്ലെങ്കിൽ നമുക്ക് കുളത്തിൽ കുളിക്കാൻ വരാട്ടാ. ഞാൻ കൂടെ വരാം, പക്ഷെ കുളിക്കില്ല, എനിക്ക് നല്ല അലർജിയാ. പിന്നെ സോമാലിയിലെ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ സഹിക്കാൻ വയ്യ. അവളുടെ ഒരു സോമാലി. വീട്ടിലേക്ക് നടന്നേ, അടുത്ത മഴ വരുന്നുണ്ട്. ദത്തൻ അവളുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് നടന്നു. വൈകുന്നേരം മുകളിലെ നീല വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അഭിജിത്ത്. അവൾ ഇനി ഇവിടേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? പാർവതി ഉപയോഗിച്ച് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റക്കാരിയാക്കണമെന്നേ കരുതിയുള്ളൂ. പക്ഷേ ആ ദേവതത്തിനെല്ലാം തകർത്തു. അവൾ എന്തിനെ ഇറക്കി വിട്ടെന്ന് മനസ്സിലാവുന്നില്ല. അവൾ തിരികെ വരാതെ ഒരു പ്ലാന് നടക്കില്ല ഇനി. അതിൻ്റെ ഇടയിൽ ആ ചന്ദ്രശേഖരന് ഒരു മനസമാധാനം തരുന്നില്ല. അയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കറിവേപ്പില പോലെ എന്നെ വലിച്ചെറിയും. അതിനു മുന്നേ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കണം. അയാളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. നിന്ന നിലപ്പിൽ കള്ളം മാറ്റി ചവിട്ടും.
അതുകൊണ്ട് അയാളെ നിലയ്ക്ക് നിർത്താൻ എന്തെങ്കിലും ഒരു പിടികൊള്ളി കണ്ടെത്തണം. എന്താ അഭിജിത്ത് സാറ് വലിയ ആലോചനയിലാണല്ലോ. നിമ്മിയുടെ ശബ്ദമാണ് അഭിജിത്തിനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നേ. ഞാൻ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നമ്മുടെ കല്യാണം, നമ്മുടെ 5-6 കുട്ടികൾ. അയ്യടാ, എന്താ ഒരാലോചന? എന്താ നിനക്കൊരു പുച്ഛം? അഭി മീശ പിടിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു വന്നു. പോടാ. അവൾ കളിയോടെ അഭിയെ തള്ളി മാറ്റി. അവൾക്ക് പിന്നാലെ അഭിയും. അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വട്ടം കറക്കി. അയ്യോ ദേ അച്ഛൻ, എന്നെ താഴെ ഇറക്കും ജിത്തു. ശേഖരനെ കണ്ടതും അഭി അവളെ താഴെ ഇറക്കി. നിമ്മി വേഗം ചന്ദ്രശേഖരനെ മറികടന്ന് താഴേക്ക് ഓടി. അഭിജിത്ത് അയാളെ കണ്ടൊന്ന് പരിങ്ങി. നിന്നെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ചില കണ്ടീഷൻസ് പറഞ്ഞല്ലേ? അതിലൊന്ന് എൻ്റെ മക്കളുടെ നേരെ നിൻ്റെ നോട്ടം എത്തരുതെന്നല്ലേ? അതെ, പക്ഷെ ഇപ്പം അങ്കിള് വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിന്നെ ജസ്റ്റ് എടുത്തു ഒന്ന് റൗണ്ട് ചെയ്തു എന്നുള്ളൂ. വിശദീകരണം വേണ്ട. ഇനി ഇത് ആവർത്തിക്കരുത്. വന്ന പണി വേഗം തീർത്ത് തിരികെ പോവാൻ നോക്ക്. അത് പറഞ്ഞ് അയാൾ റൂമിലേക്ക് കയറിപ്പോയി. ഇയാൾക്കിട്ടൊരു ഡോസ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് പാരയാവും. സമയാവട്ടെ, എനിക്ക് ഒരവസരം കിട്ടും. അയാൾ പോകുന്ന വഴി നോക്കി അഭിജിത്ത് പറഞ്ഞു. വർണ്ണ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഫോണിൽ ചെറിയമ്മയോട് സംസാരിച്ചിരിക്കുകയാണ്. ചെറിയമ്മയോട് വല്ലാതെ വേറെ ആരോടും വർണ്ണ ഇപ്പം മിണ്ടാറില്ല. അവർ തിരിച്ചു അങ്ങനെയാണ്. അവൾ ഫോൺ കട്ട് ചെയ്ത് ഹാളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഊഞ്ഞാലിൽ കിടന്ന പുസ്തകം വായിക്കാണ് ദത്തൻ. 2 ആൾക്ക് കിടക്കാൻ പറ്റുന്ന മരത്തിൻ്റെ ഊഞ്ഞാലാണ് അത്. വർണ്ണ ദത്തൻ്റെ അരികിൽ വന്നിരുന്ന് അവൻ വായിക്കുന്ന ബുക്കിലേക്ക് നോക്കി. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലോക്ക് ഹോംസ്. അമ്പോ, ഇംഗ്ലീഷ്. വർണ്ണ ദത്തൻ്റെ അരികിലായി കടന്നു. നിനക്കിത് വായിച്ചിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ദത്ത? വർണ്ണ ബുക്കിലേക്കും ദത്തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്താ മനസ്സിലാവാണ്ട്? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലോക്ക് ഹോംസ് ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ വെറുതെ എടുത്തൊന്ന് വായിച്ചു നോക്കാമെന്ന് കരുതി. വായിച്ചപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. വർണ്ണ താല്പര്യമില്ലാതെ മൂടി. എൻ്റെ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. അവൾ മുകളിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. ദത്തൻ ബുക്കിലേക്കും. ദത്തനിടയ്ക്ക് വർണ്ണ ഒന്ന് നോക്കിയപ്പോൾ അവൾ എന്തോ ആലോചനയിലാണ്. ഒപ്പം എന്തൊക്കെയോ ഭാവങ്ങൾ മുഖത്ത് മാറി വരുന്നുണ്ട്. അവളെ ശ്രദ്ധിക്കാതെ ബുക്ക് വായിക്കുന്നതിനുള്ള പരാതിയാണ് മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ദത്തൻ ബുക്ക് അടച്ചു വെച്ച് അവളെ തന്നെ നോക്കിക്കിടന്നു. എന്തോ ആലോചിച്ച് തല തിരിച്ച വർണ്ണ തന്നെ നോക്കിക്കിടക്കുന്ന ദത്തനെ കണ്ടു. എന്താ, എന്നെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലേ? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. എന്നാൽ ദത്തൻ മറുപടി പറയാതെ ഒരു ചൊരിയോടെ അവളുടെ ചുണ്ടിലുമ്മ വെച്ചു. വേണ്ട, എന്നെ ഉമ്മ വയ്ക്കേണ്ട, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ദത്തൻ വീണ്ടും അവളെ ഉമ്മ വെച്ചു. നിന്നോടല്ല എന്നെ ഉമ്മ വയ്ക്കണ്ടെന്ന് പറഞ്ഞേ? ഞാൻ വയ്ക്കും. അവൻ വീണ്ടും അത് തന്നെ ചെയ്തു. വർണ്ണയ്ക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. വേണ്ട വേണ്ട വേണ്ട, അവൾ മുഖം തിരച്ചു പറഞ്ഞു. അത് കണ്ട ദത്തൻ കുസൃതി ചിരിയോടെ അവളുടെ മേൽ 2 കൈകളും കുത്തി നിന്നു. വേണ്ട, അവൻ സംശയത്തോട് ചോദിച്ചു. വേണ്ടാന്നല്ലേ പറഞ്ഞേ? ഇല്ല, വേണം. അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് വന്നു. ഞാൻ സമ്മതിക്കില്ല, അവൾ ചുണ്ടുക കോട്ടിപ്പിടിച്ചു പറഞ്ഞു. അതിന് നിന്റെ സമ്മതം വേണ്ട കുഞ്ഞെ. നീ എൻ്റെ അല്ലേ, എൻ്റെ സ്വന്തം, എൻ്റെ മാത്രം. ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വർണ്ണ ഒന്ന് ഉയർന്നു പൊങ്ങി. അപ്പോൾ നാളെട്ടാ. വർണ്ണ വല്ലാതെ ചൈൽഡിഷ് ക്യാരക്ടർ ആവുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. വർണ്ണയുടെ ക്യാരക്ടർ അങ്ങനെയല്ല. പക്ഷെ ദത്തനെ പോലെ ഒരാൾ കൂടെയുള്ളപ്പോൾ എങ്ങനെ വർണ്ണ കൂട്ടിക്കളി കളിക്കാതിരിക്കും? അതുകൊണ്ടാണ് വർണ്ണയുടെ അങ്ങനെ ഒരു ക്യാരക്ടർ കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.